ഗോതമ്പ് പൊടി ഉപയോഗിച്ച് അധികം എണ്ണയില്ലാതെ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു നോമ്പുതുറ പലഹാരവുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. അതിന് മുന്നേറ്റ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോകല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ആദ്യം തന്നെ ഇതിൻ്റെ ഫില്ലിംഗ് ആണ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് ഒരു പാനിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 2 മീഡിയം വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ പച്ചയായിട്ടുള്ള ഉരുളക്കിഴങ്ങ് സാധാരണ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ മുറിക്കുന്നതിലും ഒന്നും കൂടെ നേർത്തിട്ടാണ് ഞാനിവിടെ മുറിച്ചെടുത്തിരിക്കുന്നത്. ആ ഒരു രീതിക്ക് മുറിച്ചെടുത്താൽ ഈസി ആയിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യൂബ്സ് ആയിട്ട് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സുമാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കുരുമുളക് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് നല്ല പോലെ തന്നെ മിക്സ് ചെയ്ത് ഇതൊന്ന് ഏകദേശം ഒരു 75% വേവിച്ചെടുക്കണം. ഇതിപ്പോൾ നല്ല പോലെ തന്നെ ഞാനിവിടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഏകദേശം ഒരു 1/4 ഭാഗത്തോളം മാത്രം വെന്ത് വന്നാൽ മതി. ഒരുപാട് വെന്ത് ഉടയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിപ്പോൾ നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുമ്പോൾ മുറിഞ്ഞ് വന്നാൽ മാത്രം മതി. ഇതിപ്പോൾ ആ ഒരു പാനിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. എന്നിട്ടിപ്പോൾ സെയിം പാനിലേക്ക് തന്നെ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ എണ്ണ കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അത്യാവശ്യം വലുപ്പമുള്ള ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഒരു സവാളയും പച്ചമുളകും ഒക്കെ ഒന്ന് ചെറുതായിട്ട് വാടി വരുന്നത് വരെ നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ദാ നമ്മൾ ചേർത്ത് കൊടുത്ത സവാളയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇതുപോലെ വാടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചതച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെയൊക്കെ പച്ചമണം മാറി വരുന്നത് വരെ നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ആ സമയമാകുമ്പോഴേക്കും സവാളയുടെ കളറൊക്കെ മാറി ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ടാകും. ഈ ഒരു പാകത്തിന് മാത്രം ഇതൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് പാകത്തിനായിട്ട് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പച്ചമുളക് ചേർത്തത് കൊണ്ട് തന്നെ നിങ്ങൾ മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരു ചേർത്ത് കൊടുത്ത മസാലയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് ഡ്രൈ ആയി പോയതുകൊണ്ട് തന്നെ ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ടാണ് ഇതൊന്ന് വഴറ്റിയെടുക്കുന്നത്. കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്തോളൂ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് മാത്രമേ ഞാനിവിടെ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് നോക്കിയിട്ട് ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ദാ എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് ഇനി 2 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്കിത് മുട്ട ഇല്ലാതെ വേണമെങ്കിലും തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 2 മുട്ട കൂടെ ചേർക്കുന്നുണ്ട്. ആ ഒരു മുട്ടയ്ക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുട്ട ഞാനിപ്പം ആദ്യം തന്നെ മിക്സ് ചെയ്യാണ്ട് ഡയറക്റ്റായിട്ട് ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ മുകളിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചിക്കിയെടുക്കുന്ന മാത്രമേ ഉള്ളൂ. ഒരുപാട് അങ്ങനെ പൊടി പോലെ ആക്കി എടുക്കുന്നില്ല. ചെറിയ രീതിക്ക് കടിക്കാൻ കിട്ടുന്ന പാകത്തിനാണ് മുട്ട ഒന്ന് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇപ്പോൾ സവാളയായിട്ട് നന്നായിട്ട് തന്നെ ഞാൻ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 1 മിനിറ്റ് നേരത്തേക്ക് നല്ല പോലെ തന്നെ ഒന്ന് ആവി കയറ്റിയെടുക്കാം. ആ ഒരു സമയമാകുമ്പോഴേക്കും ഈ എല്ലാ ഫ്ലേവറും എല്ലാത്തിലേക്കും ഒരേപോലെ എത്താൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇടയ്ക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാൻ മറന്നു പോകരുത്, അല്ലെങ്കിൽ ചിലപ്പോൾ അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കണം എന്നുള്ളത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ടൊമാറ്റോ സോസിന് പകരം നേരത്തെ സവാള വഴറ്റിയപ്പോൾ അതിലേക്ക് വേണമെങ്കിൽ 2 തക്കാളിയും കൂടി ഇട്ടിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് ഞാനിവിടെ നല്ല പോലെ തന്നെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് പാകത്തിനുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഉപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഏറ്റവും അവസാനമായിട്ട് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും 1 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനായിട്ടുള്ള ഷീറ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് മിക്സറിൻ്റെ ചെറിയ ജാറിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് മൈദ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിത് മുഴുവനായിട്ടും മൈദയിലോ അല്ലാന്നുണ്ടെങ്കിൽ മുഴുവനായിട്ടും ഗോതമ്പ് പൊടിയിലോ അല്ലെങ്കിൽ ഇതുപോലെ പകുതി പകുതിയായിട്ട് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്.
ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഏകദേശം 1/4 ടീസ്പൂൺ ഉപ്പാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. പാല് കുറച്ച് കുറച്ചായി ചേർത്ത് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ 1 കപ്പ് പാല് മുഴുവനായിട്ടും തന്നെ ചേർത്ത് അരച്ചെടുത്തിരിക്കുന്നതാണ്. ഇതൊരൽപ്പം കട്ടിയായിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒരുപാട് ലൂസും ആവരുത്, ഒരുപാട് ടൈറ്റും ആവരുത്. ഈ ഒരു രീതിക്ക് ഒഴുകുന്ന കൂട്ടാണ് വേണ്ടത്. അപ്പോൾ കൂട്ട് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. ചുട്ടെടുക്കാനായിട്ട് ദോശക്കല്ല് ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ദോശക്കല്ല് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് മാവ് ഒഴിച്ചിട്ട് സാധാരണ ദോശ പരത്തിയെടുക്കുന്നത് പോലെ തന്നെ പരത്തിയെടുക്കാം. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ദോശക്കല്ല് ഒരുപാട് ചൂടായി പോകരുത്. അപ്പോൾ നമുക്ക് ഇതുപോലെ പരത്തിയെടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ദോശക്കല്ലിൻ്റെ ചൂട് ഒട്ടും ഇല്ലെങ്കിൽ നമുക്കിത് എടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. മീഡിയം ചൂടായിട്ടുള്ള തവയിലിട്ടിട്ട് ഇതുപോലെ ഒരു ഭാഗം ഫ്രൈ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഒരു ഭാഗം ലൈറ്റ് ബ്രൗൺ കളർ അടിക്കുമ്പോൾ തന്നെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ മറിച്ചിട്ട് കൊടുത്ത് ഒരുപാട് നേരം വെക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് 1-2 സെക്കൻഡ് വെച്ചിട്ട് അപ്പം തന്നെ എടുക്കാം. ഈ ഒരു രീതിക്കാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഷീറ്റുകളൊക്കെ തയ്യാറാക്കിയെടുക്കാം. ഈ ഒരു വലുപ്പത്തിലുള്ള 5 ഷീറ്റുകളാണ് എനിക്കിപ്പോൾ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റിയിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഷീറ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ഷീറ്റിൻ്റെ അടിഭാഗം മുകളിലേക്ക് വരുന്ന രീതിക്ക് വെച്ച് മടക്കിയെടുക്കാം. ഇതുപോലെ മടക്കിയെടുത്തതിന് ശേഷം ഇതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ആവശ്യത്തിന് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം 2.5 ടേബിൾ സ്പൂണോളൊക്കെ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഞാനിവിടെ ചീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ചീസ് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ചീസ് ഇട്ട് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ചീസിൻ്റെ സ്ലൈസായിട്ട് കിട്ടും, അത് വെച്ച് കൊടുത്താലും മതിയാകും. ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഒരു ഭാഗം എടുത്ത് അതിൻ്റെ മുകളിലേക്കായിട്ട് ഇതുപോലെ കവർ ചെയ്തെടുക്കുക. ആ ഒരു ഭാഗം നല്ലപോലെ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മൈദാക്കൂട്ടാണ് സ്പ്രെഡ് ചെയ്തെടുക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിരിക്കുന്ന ദോശക്കൂട്ടിൽ നിന്നും കുറച്ച് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അത് നല്ലപോലെ സ്പ്രെഡ് ചെയ്തെടുത്തതിന് ശേഷം അടുത്ത ഭാഗം എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുത്ത് ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്തെടുത്താൽ മതി. ഇതവിടെ നല്ലപോലെ തന്നെ നിന്നോളും. ഇതിൻ്റെ അരികുകളൊന്നും കവർ ചെയ്തെടുക്കണമെന്ന് നിർബന്ധമില്ല. ഇനി ഇതെങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. കുറച്ച് എണ്ണ ഒഴിച്ച് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. അതിനായിട്ട് ഒരു പാനിലേക്ക് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ആ ഒരു പാത്രത്തിൽ എത്രയാണോ വെച്ച് കൊടുക്കാൻ പറ്റുക അതിനനുസരിച്ച് മാത്രം വെച്ചാൽ മതി. ഞാനിപ്പോൾ ഇവിടെ 3 എണ്ണം മാത്രമാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഒരുപാട് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു ഭാഗം അത്യാവശ്യം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിടുമ്പോൾ ഒന്ന് ചെറുതായിട്ട് ശ്രദ്ധിച്ച് മറിച്ചിട്ട് കൊടുക്കുക, ഉള്ളിലത്തെ ഫില്ലിങ് പുറത്തോട്ട് വരാത്ത രീതിക്ക്. അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ ബാക്കിയുള്ളതൊക്കെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം അടുത്തൊരു ഭാഗം കൂടെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുക്കില്ല. 2 ഭാഗവും ഇതുപോലെ നല്ലൊരു കളറാവുന്നത് വരെ മാത്രം ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ 2 ഭാഗവും നല്ലപോലെ തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ അങ്ങനെ ഭയങ്കര ക്രിസ്പി ആയിട്ട് വരുമൊന്നുമില്ല. പക്ഷേ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴുള്ള രുചി വേറെ തന്നെയാണ്. ഉള്ളിലത്തെ ചീസൊക്കെ നല്ല പോലെ തന്നെ മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനിവിടെ പൊട്ടിച്ചും കൂടെ കാണിച്ചു തരുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഇത് ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാം, കുട്ടികളുടെ സ്നാക്സ് ബോക്സിൽ കൊടുത്തു വിടാം. അല്ലാന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും നമുക്കിത് കഴിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം.